അപ്പം നിന്നെ ഹാപ്പിയാണോ? ഗുഡ് മോർണിംഗ്. ഇന്ന് November 5th ആണ്. ഹേസുവിന് സോളിഡ്സ് തുടങ്ങുന്ന ദിവസമാണെന്ന്. സോ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാമെന്ന്. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എനിക്കറിയില്ല, എന്തോ ഒരു ഇമോഷണൽ ഫീലിംഗ് ആണ് എനിക്ക്. കാരണം എനിക്കറിയില്ല, അവൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. 6 months കംപ്ലീറ്റ് ആയി. സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഇറ്റ്സ് ഓൾസോ എക്സൈറ്റിംഗ്. അറ്റ് ദ സെയിം ടൈം എന്തോ ഒരു മിക്സ്ഡ് ഇമോഷൻ, ഒരു ബിറ്റർ സ്വീറ്റ് ഫീലിംഗ് ആണ് എനിക്ക് തോന്നുന്നത്. കാരണം ഷിൽ നോട്ട് ബി ദിസ് ലിറ്റിൽ എനി മോർ. അവളുടെ ആ ഒരു ന്യൂ ബോൺ ഫേസൊക്കെ കഴിഞ്ഞു. അവളുടെ സ്മെല്ല് ഇനി മാറും. ഇത്രയും നാൾ ആ ഒരു ന്യൂ ബോൺ പാലിൻ്റെ ഒക്കെ ഒരു സ്മെല്ലായിരുന്നു അവൾക്ക്. അതൊക്കെ ഇനി മാറും. എനിക്കറിയില്ല, എന്തോ ഒരു അയ്യോ സോളിഡ്സ് തുടങ്ങാറായല്ലോ, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക്. എനിവേസ്, നമുക്ക് അറിയില്ല അവൾ അക്സെപ്റ്റ് ചെയ്യോ എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് എനിവേസ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ റാഗി കുറുക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഞാൻ റാഗി ആക്ച്വലി അമ്മ എനിക്ക് കഴുകി മുളപ്പിച്ച് ഉണക്കിയിട്ട് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സിപ്പർ ബാഗിൽ വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു. അപ്പോൾ ഞാനത് തലേദിവസം തന്നെ കുതിർത്തിട്ടിട്ടുണ്ട് വെള്ളത്തിൽ. ഇനി അത് നമുക്ക് അരിച്ച് കുറുക്കാക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ കാലത്തായിട്ടുള്ളൂ, 8 മണി അങ്ങോട്ടായിട്ടുള്ളൂ. സോ ആദ്യം നമുക്ക് ഹേസുവിനെ എണീപ്പിച്ച് കുളിപ്പിക്കണം. അപ്പോൾ കാലത്തത്തെ ഒരു പാലുകൂടിയൊക്കെ നമുക്ക് കുളിപ്പിച്ചിട്ട് പാലൊക്കെ കൊടുത്ത് അതൊക്കെ നമുക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കാം. ാനോ ഞങ്ങളുടെ കോവയ്ക്ക ഡ്രസ് ഇട്ടു. ഈ ഡ്രസ്സ് ഇടുമ്പോഴൊക്കെ കോവയ്ക്കാന്ന് അവളെ വിളിക്കാറ്. കോവയ്ക്ക ഡ്രസ്. കോവയ്ക്കേനെ പോലെ ഇല്ലേ കാണാൻ? ഇല്ലേ? എനിക്ക് പാപ്പൻ തരണ്ട നിനക്ക്. നിന്റെ അമ്മയുടെ പാല് മതിയില്ലേ? അപ്പോൾ ഇതാണ് ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച റാഗി. 2 സ്പൂൺ എടുത്തിട്ടുള്ളൂ. അത് തന്നെ ധാരാളമാണ് ഇവർക്ക് ഒരു ദിവസത്തെ ഫീഡിന്. അപ്പോൾ ഇത് ഞാൻ ഡയറക്റ്റ്ലി മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പോവാണ്. മുളപ്പിച്ച റാഗി ഉണക്കിയതാണ് കേട്ടോ. ഇത് ഞാൻ ഇട്ട് വെച്ചേക്കുന്നത് ബേബി ഹഗിൻ്റെ സ്റ്റെറിലൈസറിലെ ഫുഡ് വാർമറിൻ്റെ ബൗളിലാണ് കേട്ടോ. ആ ഒരു പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം സ്റ്റെറിലൈസർ ആണെങ്കിലും 6-in-1 ഓപ്ഷൻസ് ഉണ്ട് അതിൽ. ഫുഡ് വാർമർ, ബോട്ടിൽ വാർമർ, സ്റ്റെറിലൈസർ, അതുപോലെ വെജിറ്റബിൾസൊക്കെ സ്റ്റീം ചെയ്തെടുക്കാനും ജ്യൂസറായിട്ടും പിന്നെ ബോയിൽഡ് എഗ്സ് ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മൾട്ടിപർപ്പസ് പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഈ ബൗളിൽ തന്നെയാണ് ഞാൻ അവൾക്ക് കുറുക്ക് കൊടുക്കുന്നതും. പിന്നെ അത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഫുഡ് വാർം ചെയ്തെടുത്തിട്ട് വീണ്ടും കൊടുക്കാനും ഭയങ്കര യൂസ്ഫുള്ളാണിത്. നമുക്ക് വേറെ പാത്രങ്ങൾ മാറ്റി ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഇത് അടിച്ചെടുക്കുകയാണ്. മിഷോനാക്കിയപ്പോൾ പേച്ചോ അമ്മയുടെ പൊന്നോ.
പൊന്നു പേച്ചണ്ട കേട്ടോ, എൻ്റെ പൊന്നു പേച്ചണ്ട. എൻ്റെ പൊന്നിന് പാപ്പുണ്ടാക്കാനാ, എൻ്റെ പൊന്നിന് പാപ്പുണ്ടാക്കാനാ. അപ്പോൾ ഞാൻ എൻ്റെ അരച്ച റാഗി ഇതുപോലെ അരിച്ചെടുക്കുകയാണ്. ഇതുപോലെ പാല് പോലെയാണ് എനിക്ക് കിട്ടിയത്. ഞാൻ യൂട്യൂബിൽ ഏതൊക്കെയോ വീഡിയോ കണ്ടപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കുറുക്കുന്ന പോലെ ഇത്തിരി ട്രാൻസ്പെറൻറ്റ് കളറിലൊക്കെയാണ് ഇരുന്നത് ആ ഒരു കുറുക്ക്. പക്ഷേ എനിക്കിതുപോലെ പാലിൻ്റെ പോലെയാണ് ഇരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തിരിയും കൂടെ ബെനിഫിറ്റ് കൂടുതലുള്ളത് മുളപ്പിച്ച റാഗിക്കാണ്. പിന്നെ ദഹനക്കേടിൻ്റെ പ്രശ്നമൊന്നും വരാതിരിക്കാനും മുളപ്പിച്ച റാഗി എടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ അരിച്ചപ്പോൾ എനിക്ക് ആ ഒരു തവിട് പോലെ റാഗിയിൽ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് 2-3 പ്രാവശ്യം അരിച്ച് നോക്കിയെങ്കിലും ആ ഒരു തവിടും ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പേടിയുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് തുണി കൊണ്ട് അരിച്ച് നോക്കാം. പക്ഷേ ഇവൾക്ക് അങ്ങനെ ദഹനക്കേടിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആദ്യത്തെ അരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആ റെസിഡിയിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഡൈല്യൂട്ട് ചെയ്ത് അരിച്ചെടുത്തായിരുന്നു. മാക്സിമം പാല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. പക്ഷേ അതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് കുക്കിംഗ് ടൈം ഇത്തിരി കൂടുതൽ പോലെ തോന്നി. ഒരു 10-20 മിനിറ്റോളം എനിക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വന്നു. ലോ ഫ്ലെയിമിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ സാധനം പെട്ടെന്ന് അടിപിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് മാക്സിമം ഇളക്കിക്കൊണ്ടേയിരിക്കണം നമ്മൾ. അങ്ങനെ ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എനിക്ക് കുറുക്ക് കിട്ടി കേട്ടോ. നമ്മുടെ റാഗി കുറുക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ചൂടാറിയിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോഴേക്കും അമ്മാമ്മ നമുക്ക് അയച്ചു തന്നേക്കുന്ന ഒരു പ്രാർത്ഥന ചെല്ലാം. പ്രഥമ ഭോജ്യത്തിൻ്റെ ആശീർവാദം. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ തിരുമുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് നൽകിയതിന് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. ആദ്യമായി ഈ കുഞ്ഞ് അനുഭവിക്കാൻ പോകുന്ന ഈ ഭക്ഷണ പദാർത്ഥത്തെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ, ആശീർവദിക്കണമേ. ഇത് പാകപ്പെടുത്തിയവരെയും അനുഗ്രഹിക്കണമേ. സമയത്തിൻ്റെ പൂർണ്ണതയിൽ അങ്ങയുടെ ദിവ്യശരീരവും തിരക്തവും ഉൾക്കൊണ്ട് അനുഗ്രഹീതമാകുവാനുള്ള ഈ കുഞ്ഞിനെ ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കണമേ. ജീവിതാന്ത്യത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും നിത്യകാലം സ്വർഗീയ വിരുന്ന് ആസ്വദിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഇനി ഈ മനമൊന്നും ആയിരിക്കില്ല നിന്നെ. എന്നാന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് പ്രാർത്ഥിച്ചു. തരട്ടെ എന്റെ തട്ടല്ലേ തട്ടല്ലേ ആ തട്ടല്ലേറ്റാ തട്ടല്ലേറ്റാ. കഴിക്കണ്ട് ഇറക്കിയാ അത് കഴിച്ചു. സത്യം പറഞ്ഞാൽ ഈ ഒരു എക്സാക്ട് പോയിന്റിൽ എൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ വാരി കൊടുക്കുമ്പോൾ അവളിങ്ങനെ ഇറക്കുന്നത് കണ്ടിട്ട് എനിക്കറിയില്ല, എന്തോ ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നി. തുപ്പല്ലേടി 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 പിന്നെ തുപ്പല്ലേടി. കഴിച്ചില്ല കഴിച്ചു. ഇറ്റായ പൊന്നിന് മധുരൊന്നുമില്ലല്ലോ കർത്താവേ. മധുരം കിട്ടിയ പിന്നെ അതന്നെ മതിയാവും. കുറുക്ക് പിടിക്ക കുറുക്ക്. കുറുക്ക് കുടിക്കലും കഴിഞ്ഞു, ഉറക്കവും കഴിഞ്ഞു. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് കുറുക്ക് കുടിക്കൽ കഴിഞ്ഞു. കുറച്ചും കൂടെ ബാക്കിയുണ്ട്. ഇത്രയും കൂടെ അധികം കുടിച്ചിട്ടില്ല, ഒരു 4-5 സ്പൂൺ കുടിച്ചിട്ടുള്ളൂ. പക്ഷേ നമുക്ക് സമയമുണ്ട്. അപ്പോൾ ബേബി ഹഗ്ഗിൻ്റെ ഒരു സ്റ്റെറിലൈസർ ഞാൻ വാങ്ങിച്ചായിരുന്നു.
അപ്പോൾ അതിലൊരു 6-in-1 അങ്ങനത്തെ ഒരു സംഭവമാണത്. അപ്പോൾ അതിൽ നമുക്ക് ഫുഡ് വാർമറൊക്കെ ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് തണുക്കുകയാണെങ്കിൽ ഫുഡ് വാർമർ വെച്ചിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് വീണ്ടും കൊടുത്തു നോക്കാം. അപ്പോൾ അങ്ങനെ സക്സസ്ഫുൾ മേത്തൊക്കെ ആക്കിയിട്ടുണ്ട് ഞങ്ങൾ. പക്ഷേ കുഴപ്പമില്ലാണ്ട് കുടിച്ചു. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തേക്കാളും ബെറ്ററായിട്ട് കുടിച്ചു. ഞാൻ ആദ്യമായിട്ട് കുറുക്ക് കൊടുക്കുന്ന ഉണ്ണിയല്ല കേട്ടോ ഹൈസു. ഞാൻ എൻ്റെ പേപ്പന്മാരുടെ മക്കൾക്കും കസിൻ സിസ്റ്റേഴ്സിൻ്റെ മക്കൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എനിക്കൊരു കൊച്ചുണ്ടാവുമ്പോൾ ഞാനിങ്ങനെ കുറുക്ക് കൊടുക്കുന്നതൊക്കെ. അങ്ങനെ ഫൈനലി കുറുക്ക് കൊടുത്തു. എനിവേസ് ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അപ്പിടുന്നവരെ എനിക്കൊരു ടെൻഷനാണ്. പ്രാർത്ഥിച്ചെത്തമ്പാച്ചനോട് എനിക്ക് നല്ലോണം ഇനിയും പാപ്പം തിന്നാൻ പറ്റണേ, എനിക്ക് വയറൽക്കൊന്നും വരില്ലേ, എനിക്ക് ശ്രദ്ധിക്കാനൊന്നും തോന്നില്ലേ, പ്രാർത്ഥിച്ച പിന്നോ. ഇതൊക്കെ ശരിക്കും എൻ്റെ പ്രാർത്ഥനകളാണ്. സോ യാ, അങ്ങനെ ഒരു സക്സസ്ഫുൾ സോളിഡ്സ് ഡേ 1 കഴിഞ്ഞിരിക്കുകയാണ്. അല്ല, കഴിഞ്ഞിട്ടില്ല, ഇനിയും സമയമുണ്ട്. ബട്ട് വീഡിയോ ഒരു അവസാനിക്കുകയാണ്. ടാറ്റാ. അങ്ങനെ റൗണ്ട് 2 ആൻഡ് റൗണ്ട് 3യുടെയൊക്കെ അവസാനം ഉണ്ടാക്കിയ കുറുക്ക് മൊത്തം ഹേസ് കുടിച്ച് തീർത്തു. ഞാനും ഭയങ്കര ഹാപ്പിയായി. സത്യം പറഞ്ഞാൽ ഈ ഒരു സാറ്റിസ്ഫൈങ് ഫീലിംഗ് ഒക്കെ ഞാൻ മറന്നിരിക്കുകയായിരുന്നു. കാരണം കുറേ നാൾ മുന്നേ പണ്ട് എൻ്റെ കസിൻസിനൊക്കെ ഇതുപോലെ വാരി കൊടുത്ത് അവർ വയറ് നിറച്ച് കുറുക്ക് കുടിച്ച് കഴിയുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു സന്തോഷമായിരുന്നു. ആ ഒരു സെയിം എക്സാക്ട് ഫീലിംഗ് തന്നെയായിരുന്നു ഇപ്പോഴും. പിന്നെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് ശരിക്കും ഉപകാരപ്പെട്ടു. അല്ലെങ്കിൽ വലിയൊരു മെസ്സായി പോയേനെ അവിടെ മൊത്തം. പിന്നെ എനിക്ക് തോന്നിയത് ഇവർക്ക് ഒറ്റയടിക്ക് ഉണ്ടാക്കിയത് മൊത്തം കൊടുക്കാൻ നോക്കുമ്പോഴാണ് അവർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വേണ്ടാന്ന് വെക്കുക. നമുക്ക് ഇവരുടെ ഒരു പേസിൽ തന്നെ ഇവർ വേണ്ടാന്ന് വെക്കുമ്പോൾ മതിയാക്കിയിട്ട് പിന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും നമ്മൾ റീട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേസിൽ ഇവർ കഴിച്ച് പൊക്കോളും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേസ് ഇറ്റ്സ് എ ലേണിംഗ് കർവ് ഫോർ മീ ആസ് വെൽ. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. എന്തായാലും ഫസ്റ്റ് ഡേ സക്സസ്ഫുൾ ആയിരുന്നു. ആൻഡ് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി എക്സ്പീരിയൻസ് ആയിരുന്നു. ലാസ്റ്റ് വായ. കഴിഞ്ഞേ അമ്മയുടെ പൊന്നു ഗുഡ് ഗേൾ ആയിട്ടെല്ലാം കഴിച്ചു തീർത്തു ഞങ്ങൾ ഗുഡ് ഗേൾ ആയിട്ട് തീർത്തു. ഒരു കുരുക്ക് മൊത്തം തീർത്തു.